Okay, where did we stop? The level of underground water is called the water table, isn't it? Okay. The groundwater may run along the surface of the non-porous rocks and come out of the surface at some places to form a natural spring. Yeah, we know that during the rainy season, some springs. What is the meaning of spring? Spring എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും വീഡിയോ ഓഫ് ആക്കി വെച്ചല്ലോ എന്തേ? ജോയിലേ വീഡിയോ ഓഫ് ആക്കി എവിടെ പോയി? ചായ കുടിക്കാൻ പോയോ? സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്രിംഗ് ഞാനിപ്പോ കൊടുക്കാനുണ്ട്. ഗുഡ് മോർണിംഗ്. സ്പ്രിംഗ് മീൻസ് ഉറവ. നമുക്കറിയാം മഴക്കാലത്ത് ഈ ഭൂമിയിലേക്ക്, അതായത് ഗ്രൗണ്ടിലേക്ക് വീഴുന്ന വെള്ളം നമ്മുടെ പിന്നെ ഒഴുകി ഒഴുകി ചില സ്ഥലങ്ങളിൽ, അതായത് നമുക്കറിയാം ഇപ്പൊ നമ്മുടെ വീടിന് അവിടെ ഒരു തോടുണ്ടെന്ന് വിചാരിക്കാം. ആ തോട് ഇപ്പൊ നമുക്കില്ല നിലവില്, അതായത് സമ്മർ സീസൺ ആകുമ്പോഴത്തേനും അത് ഉണങ്ങിപ്പോയി. പക്ഷെ അടുത്ത മഴക്കാലാകുമ്പോൾ വീണ്ടും അവിടെ നമുക്ക് ആ തോട് ഉണ്ടാകും അല്ലെ? എങ്ങനെയാണ്? ഉറവ, അവിടെ ഉറവയാകും. അതായത് ഭൂമിയിലേക്ക് വീഴുന്ന വെള്ളം അതിനൊരു നീർച്ചാലുണ്ട്, ആ നീർച്ചാലിലൂടെ ഒഴുകി ആ സ്പോട്ടിൽ വന്ന് അത് പുറത്തോട്ട് ഒഴുകാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ കിണറ്റിലൊക്കെ മഴക്കാലത്ത് വെള്ളം വർദ്ധിക്കുന്നതിന്റെ കാരണം അതാണ്. അതായത് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന വെള്ളം ഇതുപോലെ ഒരു സ്പ്രിങ്ങിലൂടെ, സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സ്പ്രിംഗ്, ഉറവയിലൂടെ വന്ന് നമ്മുടെ കിണറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ലെവൽ ഓഫ് വാട്ടർ ഇൻ അവർ വെൽസ് ആൻഡ് പോൺസ് ആൻഡ് റൈസസ്, അതായത് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ. The groundwater may run along the surface of the non-porous rocks. പാറയുടെ, അതായത് മണ്ണിൽ കൂടെ, പാറ എന്നുള്ള ഇവിടെ ഉദ്ദേശിക്കുന്ന മണ്ണിൽ കൂടെ ഒഴുകി അതിന് ചെറിയൊരു പുറത്തോട്ട് വരും. ഇപ്പം ഒഴുകുന്ന വെള്ളമല്ല അങ്ങനെ ചിലപ്പോൾ ഒരു സ്പോട്ടിലൂടെ, മൊത്തത്തിലല്ല, ഒരു ഇങ്ങനെ മൊത്തം ഒഴുകുന്നില്ല, ചില സ്പോട്ടുകളിൽ കൂടെ വരും. ദാറ്റ് ഈസ് നോൺ ആസ് എ നാച്ചുറൽ സ്പ്രിംഗ്. ഗ്രൗണ്ട് വാട്ടർ ഈസ് ദ സോഴ്സ് ഓഫ് മെനി ലേക്സ് ആസ് വെൽ. അപ്പം ഗ്രൗണ്ട് വാട്ടർ ഇതുപോലെ ഒഴുകി നമുക്കറിയാം, പിന്നെ ഒഴുകി അവസാനം ലേക്സിൽ എത്തുന്നു, തടാകങ്ങളിലെത്തുന്നു, പോൺസ് എത്തുന്നു, കിണറിലെത്തുന്നു, തോടുകളിലെത്തുന്നു, അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ മഴക്കാലത്ത് എങ്ങനെയാണ് ഉറവകൾ ഉണ്ടാകുന്നതെന്ന്? ഡ്യൂറിംഗ് റെയിനി സീസൺ ഓർ വെൻ ദ റെയിൻ വാട്ടർ ഫോൾസ് ഓൺ ദ ഗ്രൗണ്ട്, some water will be fallen or gone down to the soil and some will be evaporated from there itself. The rest of the water which has been stored in the soil will go down and it may flow through the or come out through the non-porous rocks, and it will come out through the natural spring and reaches the well, then streams, ponds, etc. റിവേഴ്സ് ആൻഡ് ഓൾ. ഇപ്പൊ പുഴയിലൊക്കെ വെള്ളം കൂടുന്നത് നമുക്കറിയാം. ഈ ഒരുപാട് സ്ട്രീംസ് ഇങ്ങനെ ഉറവകളൊക്കെ ആയി അത് തോടുകളാകും, അല്ലെ അരുവികളൊക്കെ ആയി അവസാനം അത് വലിയ പുഴയിലേക്ക് എത്തിയിട്ട് പുഴ വലുതായിരിക്കും. മഴക്കാലത്ത് വലിയ റിവേഴ്സ് ആയിരിക്കും, റിവർ ആകും. അതിനുശേഷം മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഈ നാച്ചുറൽ സ്പ്രിങ്സ് എല്ലാം ഡ്രൈ അപ്പ് ആകും. അപ്പം പുഴയിലേക്കൊക്കെ ഉള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറയും. അങ്ങനെ ഓട്ടോമാറ്റിക് പുഴ മെലിഞ്ഞ് ഉണങ്ങി കരിഞ്ഞിരിക്കും. ഈ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷം തോന്നുന്നു ഞാൻ കണ്ട പമ്പാ നദിയുടെയൊക്കെ, പമ്പാ നദി അതുപോലെ തന്നെ പെരിയാറ്, ഇങ്ങനെയുള്ളതൊക്കെ വലിയ നദികൾ, പേരുകേട്ട നദികളൊക്കെയാണ്. പക്ഷെ സമ്മർ സീസൺ ആകുമ്പോൾ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കുറെ പോർഷൻസ് കാണിക്കാം, അതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി പറ്റി വരണ്ട് ഒക്കെ കാണാം. അപ്പം എല്ലാ ഭാഗവും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. പിന്നെ മഴക്കാലം ആകുമ്പോൾ അത് നിറഞ്ഞു കവിഞ്ഞൊഴുകും. നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഫ്ലഡിന്റെ സമയത്തൊക്കെ ഇങ്ങനെ ഓരോ റിവേഴ്സ് കാണിക്കുന്നതാണ് ഓവർഫ്ലോ ചെയ്യുന്നത് അല്ലെ? പക്ഷെ ആ റിവേഴ്സ് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ സമ്മർ സീസണിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ചിലയിടത്ത് അങ്ങനെ മെലിഞ്ഞിരിക്കും അല്ലെ? ചിലയിടത്തൊക്കെ അങ്ങനെ ഒരു റിവർ ഉണ്ടോന്ന് പോലെ. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ പയ്യാവൂര് പോയപ്പോൾ അവിടെ ഒരു റിവർ ഉണ്ട് ഞങ്ങളുടെ വീടിന്റെ ആ ഭാഗത്ത്. അപ്പൊ ഡ്യൂറിങ് റെയിനി സീസണ് ആ പുഴ എങ്ങനെയാന്ന് വെച്ചാൽ ഇങ്ങനെ നിറഞ്ഞ് കുറേ വലുതാണ്, നിറയെ വെള്ളമായിട്ട് ഇങ്ങനെ പാലത്തിന്റെ മേളിലൊക്കെ വെള്ളം കയറും. പക്ഷെ ഇപ്പൊ ചെന്നപ്പോഴാണെങ്കിൽ പാലമൊക്കെ അതുപോലെ ഇങ്ങനെ നോക്കൂത്തി പോലെ ഇരിപ്പുണ്ട്. അവിടെ ഇവിടെ ഓരോരോ കുഴിയുണ്ട്, ആ കുഴിയിൽ മാത്രം കുറച്ച് വെള്ളം, അത്രേ ഉള്ളൂ. വെള്ളമെല്ലാം പറ്റി വരണ്ടു. ഈ നാച്ചുറൽ സ്പ്രിങ്സ് എല്ലാം ഇപ്പോൾ ഡ്രൈ ആയി. As groundwater passes through the soil, it gets filtered by several layers of sand and rocks. It is therefore almost free of suspended impurities. However, it contains dissolved salt from the soil. It may also contain germs. See, usually we take the water from the wells to drink, isn't it? From where do we get the water from for drinking purposes?
Usually we take this water from the well. We will not take water from the streams and all or rivers for drinking purposes. Isn't it? Do you take the water from the river to drink? From the river? No. No. From streams and all? No. Usually we take water from the ponds or wells or bore wells and all. What is the reason for that? We know that actually നമ്മുടെ വീട്ടിലൊക്കെയുള്ള കിണറുകളിലൊക്കെ നമ്മളിങ്ങനെ മഴവെള്ളം ഒന്നും അതിനകത്ത് ചാടാതെ, അതായത് കരവെള്ളം, മഴവെള്ളം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഈ മഴ പെയ്തിട്ട് മഴവെള്ളം ഒലിച്ചു വരുമ്പോൾ നേരെ കിണറ്റിലേക്ക് വീഴുന്ന വെള്ളം പൊക്കത്തിൽ നിന്ന് വീഴുന്നു. പക്ഷെ മണ്ണിൽ കൂടി ഒലിച്ചിട്ട് വീണ്ടും അത് നമ്മുടെ കിണറ്റിലേക്ക് വന്ന് വീഴാതെ നമ്മൾ എന്ത് ചെയ്യും, കിണറിന് ചുറ്റും ഇങ്ങനെ ചുറ്റുമതിലൊക്കെ കെട്ടി ആ വെള്ളം പുറത്തോട്ട് ഒഴുകും. മഴവെള്ളം മണ്ണിൽ കൂടി ഒലിച്ചിട്ട് നമ്മുടെ കിണറ്റിലേക്ക് വീഴാൻ നമ്മള് അനുവദിക്കാറില്ല. കാരണം അത് ഒത്തിരി അഴുക്കായിരിക്കും അല്ലെ, എല്ലാം വേസ്റ്റും എല്ലാം കൂടെ ഒഴുകി വരുന്നതായിരിക്കും. അത് കിണറ്റിലേക്ക് വീണ്ട ആ വെള്ളം നമുക്ക് കുടിക്കാൻ എടുക്കാൻ പറ്റുമോ? നോ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് അറ്റ് ഓൾ, ഇറ്റ് ഈസ് impure. So what we will do, we will construct a wall around it and then we will protect the well from this dirty water and all. Okay, anyway the water, പക്ഷെ ഈ വെള്ളം തന്നെയല്ലേ കിണറ്റിലേക്ക് ഫൈനലി എത്തിച്ചേരുന്നത്. ഈ മഴവെള്ളം തന്നെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം ലാസ്റ്റ് കിണറ്റിലേക്ക് എത്തിച്ചേരും. ആ വെള്ളം നമ്മൾ കുടിക്കുന്നു അല്ലെ, അവിടെ നമ്മൾ എന്തുകൊണ്ടാ പറയുന്നത്, ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഡ്രിങ്കിങ് പർപ്പസസ് ഓർ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? ബിക്കോസ് ഇറ്റ് ഗെറ്റ്സ് ഫിൽറ്റേർഡ് ആസ് ഇറ്റ് ഗോസ് ഡൗൺ ടു ദ സോയിൽ. മണ്ണിന്റെ അടുക്കുകളിലൂടെ അരിച്ചിറങ്ങും താഴോട്ട്. ഇപ്പൊ മേളിൽ വീഴുന്ന വെള്ളം ഇങ്ങനെ അരിച്ചരിച്ച് താഴോട്ട് പോകുമ്പോൾ ഈ ഇതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഈ മണ്ണിൽ തട്ടി നിൽക്കും. നല്ല പ്യുവർ വാട്ടർ ആണ് താഴെ എത്തുന്നത്. നിങ്ങള് ലാസ്റ്റ് അല്ല, നിങ്ങളുടെ ഹൗ മെനി ഓഫ് യു ഹാവ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ഇൻ യുവർ ഹൗസ്? മഴവെള്ള സംഭരണി ഉള്ളത് ആരുടെയൊക്കെ വീട്ടില്? ആരുടെയെങ്കിലും വീട്ടിൽ മഴവെള്ള സംഭരണി ഉണ്ടോ? മഴവെള്ള സംഭരണി എന്ന് പറഞ്ഞാൽ അറിയാവോ? അറിയാം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഹലീമയുടെയോ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ശ്രീ വിഷ്ണു, ഹെവൻ, ജീവ? നോബഡി സാവി? ഇല്ല. ഓക്കെ, മഴവെള്ള സംഭരണി എന്താന്ന് വെച്ചാല് ഹാർവെസ്റ്റിംഗ് ദ റെയിൻ വാട്ടർ. The rain water that falls on the roof of the building will be collected to a big tank directly. Understand? The rain water that falls on the roof of the building will be collected to a big tank directly. That means it will not allow it to fall on the ground. നിലത്ത് മണ്ണിലേക്ക് വീഴുന്ന വെള്ളമല്ല, അതായത് നമ്മുടെ വീടിന്റെ ഒക്കെ ബിൽഡിങ്ങിന്റെ മുകളിൽ വീഴുന്ന വെള്ളം, ഓടും പുറത്ത്, പെരപ്പുറത്ത്, റൂഫിന്റെ പുറത്ത് വീഴുന്ന വെള്ളം നമ്മള് ഒരു ടാങ്കിലേക്ക് ശേഖരിക്കുന്നതാണ്. നേരിട്ട് ശേഖരിക്കുന്നതെന്നാൽ അത് നേരെ ടാങ്കിലേക്ക് വിട്ടിരിക്കുകയല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സംഭരണി എന്ന് പറയുന്ന സാധനം ഒരു വലിയ ടാങ്ക് ആണ്. അതിന്റെ മേൽഭാഗം വരെ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണ്. ഉള്ളി പൈപ്പ് നേരെ അതിനകത്തോട്ട് പോകുന്നു. ദാറ്റ്സ് ഓൾ, ഗ്യാപ്പ് വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ആദരം കണ്ടിട്ടില്ലേ നമ്മുടെ തിമിരി സ്കൂളിലെ മഴവെള്ള സംഭരണി? ഓക്കെ, അതിന്റെ മേൽഭാഗം മുകളിലുള്ള പൈപ്പ്, നമ്മുടെയൊക്കെ വീട്ടിലെ ടാങ്കില്ല, വീടിന്റെ മേളിൽ ടാങ്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ടാങ്ക് നമ്മൾ കവർ ചെയ്ത് വെക്കാറുണ്ട് സാധാരണ അല്ലെ. ടാങ്ക് കവർ ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് ഓൾ വിൽ fall on that, isn't it? When there is breeze and all, dust particles, leaves, other things and all will fall on that, and then that water will be impure, means it will be unclean, so you cannot drink that and all. Okay, like the same way this water, this tank also will be completely covered. Only the water that we collected through the roof will be sent to the tank through a tap, a pipe. ആ പൈപ്പ് അതിനകത്തോട്ടിട്ട് ബാക്കി എല്ലാം മൊത്തം അടച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ആ പൈപ്പ് നേരെ അങ്ങോട്ട് പോകുന്നില്ല. അതിന്റെ ഉള്ളില് ഒരു ലെവലിൽ അവര് കുറെ മണലിടുന്നുണ്ട്. മണല്, പിന്നെ ചിരട്ട കത്തിച്ചിടും, പിന്നെ വേറെ എന്തോ സാധനം കൂടി അതിനകത്തിടും. കുറച്ച് വലിയ വലിയ നമ്മുടെ ഈ മെറ്റിലൊക്കെ ഇല്ലേ, ചിപ്സ് ഒക്കെ, അതുപോലത്തെ സാധനങ്ങൾ. എന്നിട്ട് അതിന്റെ മേളിലേക്കാണ് ഈ വെള്ളം വീഴുന്നത്. എന്തിനാണെന്നറിയാമോ? ഇപ്പൊ ഈ നമുക്കറിയാം റൂഫിലാണെങ്കിൽ തന്നെയും ചിലപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാകും, പെരപ്പുറത്തൊക്കെ വീഴുന്ന വെള്ളം അല്ലെ. ഈ റൂഫിലൊക്കെ നമ്മുടെ ടെറസിലൊക്കെ ഈ പറഞ്ഞ പോലെ പായലോ അങ്ങനെയൊക്കെ കാണാം. അതൊക്കെ ഒഴുകി ഈ വെള്ളത്തിന്റെ കൂടത്തിൽ വന്നിട്ട് ആ വെള്ളം നേരെ ഇങ്ങനെ ടാങ്കിലേക്ക് വീഴാതെ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസും അതും എല്ലാം അവിടെ തങ്ങി നിൽക്കും. എവിടെ? നമ്മൾ ഈ പറഞ്ഞ ചിരട്ട കത്തിച്ചിട്ടിട്ടുണ്ട്, അതിന്റെ കൂടത്തിൽ മറ്റേ ചെറിയ ചെറിയ മണലിടും.
പിന്നെ അതായത് പൂഴിമണലില്ല, മണ്ണല്ല മണല്, പിന്നെ പറഞ്ഞ ചിപ്സ് പോലത്തെ ചെറിയ മണൽ അരിച്ചു കിട്ടുന്ന കുറച്ച് തരിയായിട്ടുള്ളതല്ലേ, അതിന്റെ എല്ലാം. അപ്പൊ അതിന്റെ അതിലൂടെ അരിച്ചിറങ്ങുന്നത് കൊണ്ട് then that water will be clean water. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ when the rain water falls on the ground, it will go down through the soil to the well and all. So as it goes through the soil, it gets filtered. അത് ഫിൽറ്റർ ആകും. അതിന്റെ ഉള്ളിൽ അതിലുള്ള എല്ലാ അഴുക്കുകളും എല്ലാം ഈ മണ്ണിൽ തന്നെ തങ്ങി നിന്നിട്ട് നല്ല പ്യൂർ ആയിട്ടുള്ള വെള്ളമാണ് താഴോട്ട് എത്തുന്നത്. നമുക്കറിയാം, നിങ്ങൾ ഫിൽറ്ററിംഗ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിൽ നമ്മളിങ്ങനെ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ മണ്ണെല്ലാം കൂടെ അവിടെ അടിഞ്ഞു കിടക്കും, എന്നിട്ട് വെള്ളം ക്ലീൻ ആയിട്ട് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ as a groundwater passes through the soil, it gets filtered by several layers of sand and rock. It is therefore almost free of suspended impurities. So almost, but you can't say it is completely pure, but almost it is pure. However, it contains a dissolved salt. Dissolved means അലിഞ്ഞു ചേർന്ന്. അപ്പൊ ഈ അലിയാത്തതല്ല അതിനകത്ത് എടുക്കും, പക്ഷെ അലിഞ്ഞു ചേർന്നത് അങ്ങനെ തന്നെ ആകാൻ സാധ്യതയുണ്ട്. And dissolved salts from the soil. It may also contain germs. ചിലപ്പം രോഗാണുക്കളും ഒക്കെ കാണാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈവൻ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണെങ്കിൽ പോലും we should boil and then cool and then have to drink. നമ്മളോട് തിളപ്പിച്ച വെള്ളമേ കുടിക്കാവൂ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? കംപ്ലീറ്റ്ലി പ്യൂർ എന്ന് പറയാൻ പറ്റത്തില്ല കിണറ്റിലെ വെള്ളമാണെങ്കിൽ പോലും. ഇങ്ങനെ മണ്ണിന്റെ അരിപ്പുകളിലൂടെ അരിച്ചിറങ്ങുന്നതാണെങ്കിലും കംപ്ലീറ്റ്ലി പ്യൂർ എന്ന് പറയാൻ പറ്റത്തില്ല. there will be germs and dissolved, അതായത് അലിഞ്ഞു ചേർന്നിട്ടുള്ള. ഒറ്റ സെക്കൻഡ്. ഓക്കെ, അലിഞ്ഞു ചേർന്നിട്ടുള്ള അഴുക്കുകൾ അതിനകത്ത് ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ കിണറ്റിൽ നിന്ന് എടുക്കുന്ന വെള്ളം നമ്മൾ തിളപ്പിച്ചിട്ടേ കുടിക്കാവൂ. Next, groundwater can be obtained by digging wells or sinking tube wells to reach the water table. ഇനി നമുക്ക് ട്യൂബ് വെൽസ് അല്ലെങ്കിൽ കുഴൽ കിണറൊക്കെ ഇല്ലേ, അതുപോലെ ബോർവെൽസ് അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. അതുപോലെ കിണർ കുഴിച്ചിട്ട് നമുക്ക് വെള്ളം എടുക്കാം. ഡീപ്പ് ഗ്രൗണ്ട് വാട്ടർ ഈസ് യൂഷ്വലി സേഫ് ഫോർ ഡ്രിങ്കിങ്. Overuse of groundwater is causing the water table in cities and towns to go down rapidly. This is a great cause for a worry. Okay. ഇനി നമുക്കറിയാം, നമുക്ക് വെള്ളം നമ്മുടെ വീടിന് ചില സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന സ്പ്രിങ്, വാട്ടർ സ്പ്രിങ്, നാച്ചുറൽ സ്പ്രിങ് വിൽ ബി ഹൈ, അതായത് മേൽ ലെവലിലായിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ 2-3 കോല് താഴ്ത്തുമ്പോഴേക്കും കിണറ്റിൽ വെള്ളം കിട്ടും. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ 10, 25, 30 അടി താഴ്ചയൊക്കെ താഴ്ന്നത്. ചില കിണറിന് some wells are very deep, isn't it? But some wells are not so deep. ചില വീടുകളിൽ ചെന്നതിന് കിണറിന് വലിയ ആഴമൊന്നുമില്ല, ചെറിയ ആഴത്തിൽ തന്നെ വെള്ളം കിട്ടി. ചില സ്ഥലങ്ങളിലോ കുറെ താഴ്ത്തേണ്ടതായിട്ട് വരുന്നുണ്ട് കിണറിലൊക്കെ അല്ലേ? ആതിരയുടെ വീട്ടിൽ കിണറുണ്ടോ? അതെത്ര ആഴം ഉണ്ടെന്ന് അറിയാമോ? വലിയ ആഴമുണ്ടോ? 31. Oh, that much. Okay. Halima, what about you? Do you have well at home? How deep is it? You know? മോളെ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കടാ. കിണറിന് എത്ര ആഴം ഉണ്ടെന്ന് അറിയാവോ മോളെ? Okay, okay. Joanna, what about you? Do you have well at home? Do you have well at home? Yes. How deep is it? Do you know? I think I don't know. I think don't know. I don't know. I have to ask my father. Okay, okay. What about Jiva? Jiva, do you have well at home? No. Then how do you get water? Borewell? Okay. Joel? Joel? Joel boy. Heaven? Heaven Varghese? വെല്ലില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ശരി ശരി. ചില കിണറുകളൊക്കെ വളരെ ആഴത്തിൽ കുഴിച്ചാൽ മാത്രമേ വെള്ളം കിട്ടുകയുള്ളൂ. അതായത് അവിടുത്തെ പിന്നെ സ്പ്രിംഗ് ലെവല്, ഉറവയുടെ ആഴം എന്ന് പറയുന്നത് കുറെ താഴ്ന്നിട്ടായിരിക്കും അവിടെ നാച്ചുറൽ സ്പ്രിംഗ് വരുന്നത്.
deep groundwater is usually safe for drinking. ഇതിപ്പോ നമ്മുടെ അധികം ആഴമില്ലാത്ത കിണറ്റിലെ വെള്ളത്തെക്കാൾ നല്ലത് കുറച്ചുകൂടെ ആഴം കൂടി. അപ്പൊ നമ്മുടെ ആദ്യമൊക്കെ പറഞ്ഞ പോലെ അത്ര 31 feet എന്നങ്ങാണ്ട് പറഞ്ഞു അല്ലെ? അത്രയും ആഴമൊക്കെ വെള്ളത്തിൽ ആ ഷുവർലി ദാറ്റ് വാട്ടർ വിൽ ബി വെരി പ്യുവർ വാട്ടർ. നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കും അത്. 2 3 പോലെ ആഴത്തിൽ കിട്ടുന്ന വെള്ളത്തെക്കാൾ നല്ല വെള്ളം തന്നെയായിരിക്കും ഈ ഒരുപാട് കുറച്ചും കൂടി ആഴം കൂടുതൽ. കാരണം it will go through the different layers of means so much of layers, so many layers of the soil. So surely it will get filtered clearly. Okay. And overuse of groundwater will cause for the water table to come down. Namakariam in cities and towns and all, their density of population is more there. People are so much of people living there compared to the village area. Village area which നോക്കുമ്പോൾ നമ്മുടെ സിറ്റിയിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. So the use of water will be very 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 high there. So almost all the people of that area will be using this borewells and all. ചില സ്ഥലങ്ങളിൽ നമ്മൾ ചില ടൗണിലേക്ക് ചെന്ന കിണറുകളേ ഇല്ല. കാരണം കിണറുകൾ ആ ആഴത്തിലൊന്നും വെള്ളം കാണുന്നില്ല, കുറേ താഴ്ത്തേട്ട് വരും. So over use of water will cause for the water underground water's level to come down. വാട്ടർ ടേബിൾ, അതായത് വെള്ളത്തിന്റെ ഒരു ലെവൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഭൂമിക്കടിയില്, ദാറ്റ് ലെവല് വിൽ കം ഡൗൺ. ബിക്കോസ് നമ്മൾ എടുക്കുന്ന അനുസരിച്ച് കുറച്ച് തീർന്നുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത മഴയാകണം അവിടെ കുറെ വെള്ളമാകണമെങ്കിൽ. In some places there is no rain at all. If you go to, I think in Kerala we are getting, since it is a coastal region, we are getting a plenty of rain during rainy season. Monsoon climate we have, but not all the regions like that way. If you go to Bangalore, Madras and all, there they are getting very very less rain. So of course because of that the underground water level is coming down day by day. ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലെ, പണ്ട് മിസ്സൊക്കെ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന കാലത്ത് അവിടെയൊക്കെ ഒരു 300-350 അടി താഴ്ചയില് 250 അടി 150 അടിയൊക്കെയാണ്, 150 അടി 200 അടി താഴ്ചയില് ബോർവെൽ അടിക്കുമ്പോൾ അവർക്ക് വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അത് പോയിട്ട് 1500 ഫീറ്റ് ഒക്കെ, അത്രയും 1500 അടി താഴ്ചയിൽ പോലും വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. വെച്ചാൽ അവിടുത്തെ ആ വെള്ളം ഇങ്ങനെ വലിച്ചെടുത്തെടുത്തെടുത്ത് ആൾക്കാർ ഉപയോഗിച്ച് വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ അവിടെ മഴയൊന്നും പെയ്യുന്നില്ല, വെള്ളം അങ്ങോട്ട് എത്തുന്നില്ല. വാട്ടർ സൈക്കിളില് അങ്ങോട്ട് അവർക്ക് വർഷത്തിൽ 1 2 3 തവണയൊക്കെ മഴ ലഭിക്കുന്നുള്ളൂ. സോ എന്ത് സംഭവിക്കുന്നു, ആ വെള്ളം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നു. സോ ഓവർ യൂസ് ഓഫ് വാട്ടർ will cause for the water table to come down, താഴോട്ട് വരുന്നു. സോ എന്ത് സംഭവിക്കുന്നു, നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും വെള്ളമൊന്നും കിട്ടാതെ വരും. ഈ പറയുന്ന സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് കുടിവെള്ളം അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത എന്താണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ ഡൽഹിയിൽ നിന്ന് വന്നപ്പോ അവര് പറയാണ്, അവിടെ ഡൽഹിയിലൊക്കെ പോപ്പുലേറ്റഡ് വെരി ഹൈ ലെവൽ പോപ്പുലേറ്റഡ് ഏരിയ ആണ്. ഒത്തിരി ആൾക്കാരാണ് അല്ലെ. നമ്മളെപ്പോലെ ഇങ്ങനെ സ്വന്തമായിട്ട് വീടൊക്കെ വെച്ച് ഒരു വീട് ഇവിടെ വെച്ച് പിന്നെ കുറെ സ്ഥലങ്ങൾക്ക് അപ്പുറം ഒരു വീട്, അങ്ങനെയൊന്നുമല്ല. വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെയാണ്. ഇൻ വൺ ബിൽഡിംഗ് സോ മെനി ഹൗസസ് ആർ ദർ. ബിഗ് ബിൽഡിങ്സ് ഫ്ലാറ്റ്സ് ആണ് അല്ലെ. ഒരുപാട് ആൾക്കാർ താമസിക്കുന്നത്, അവർക്ക് വെള്ളം വേണം. സോ അവർക്കൊക്കെ കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ റിവർ വാട്ടർ, ദാറ്റ് ഈസ് ഫ്രം ഗംഗാ റിവർ, സിന്ധു റിവർ ആൻഡ് ഓൾ. ഈ ഗംഗാ നദിയിലെ അല്ലെങ്കിൽ എന്താ പറയുന്നത് സിന്ധു നദിയിലെ ഒക്കെ വെള്ളം അവർക്ക് പ്യൂരിഫൈ ചെയ്തിട്ട് കൊണ്ടു കൊടുക്കുന്ന വെള്ളമാണ്. അതുകൊണ്ടാണ് അവിടെ എപ്പോഴും ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുന്നത്. ദാറ്റ് വാട്ടർ വിൽ നോട്ട് ബി ക്ലീൻ അറ്റ് ഓൾ. പിന്നെ അവിടുത്തെ വേറൊന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗംഗാ റിവറിനെ കുറിച്ച് അറിയാം, ഹിന്ദുസിന്റെ ഒരു പിൽഗ്രിമേജ് പ്ലേസ് ആണ് അല്ലെ. നമ്മുടെ ഇവിടുന്ന് അങ്ങനെ നമ്മള് സൗത്ത് ഇന്ത്യയിലായതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകുന്നില്ല. പക്ഷെ നോർത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിവർ ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും കാണാറുണ്ട് ഗംഗാ റിവർ എപ്പോഴും ഇങ്ങനെ പൊല്യൂട്ടഡ് ആയിന്ന്. ആ ഒരു ഹിന്ദു മത വിശ്വാസ പ്രകാരം ഗംഗാ നദിയിൽ പോയി കുളിച്ചാൽ പാപങ്ങളെല്ലാം പോകും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് അല്ലെ. അപ്പൊ ഒരുപാട് ആൾക്കാര് അത് ഈ ഓഫ്കോഴ്സ് ഈ റിവർ ബാങ്കിൽസ്, റിവറിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലൊക്കെ there will be many temples. So pilgrimage people will go to these temples for prayer purposes and all. And as they believe that if they take bath in Ganga river, their sin will be washed away. So what they will do when they go to this temple, they will take bath in that. So of course there will be dirty in our body and we are using soaps and all. So all this will be spread in that river water.
Not only one person, daily lakhs and lakhs together people will take bath and all. And also, of course, they believe that the Hindus believe that the dead bodies after burning they will throw that ash and all in that. It is that belief. അവരുടെ വിശ്വാസമാണ് മരിച്ച ഡെഡ് ബോഡി കത്തിച്ചിട്ട് അതിന്റെ ചാരം അതിൽ നമ്മളങ്ങനെ പുഴയിലൊക്കെ കൊണ്ടുവന്ന് നിമജ്ജനം ചെയ്യും അല്ലെ. ഗംഗാ റിവർ അവർ വിശ്വസിക്കുന്ന പുണ്യനദി ആയതുകൊണ്ട് ഈ ചാരം കൊണ്ടുപോയി ആ ഗംഗാ നദിയിൽ ഒഴുക്കി കഴിഞ്ഞാൽ മരിച്ച ആത്മാവ് സ്വർഗത്തിലെത്തുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എത്രയോ ഡെഡ് ബോഡീസിന്റെ ചാരമാണ് ദിവസവും കൊണ്ടിടുന്നത് അല്ലെ. പിന്നെ ചില ആൾക്കാരെന്ത് ചെയ്യുന്നു, ഈ ഗംഗാ നദിയിലെ ഡെഡ് ബോഡി തന്നെ ഒഴുക്കി വിടും. അവരങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ചില അതുണ്ട്, ഓരോ വിശ്വാസമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിടന്നിട്ട് ഈ റിവർ എപ്പോഴും ഇങ്ങനെ പൊല്യൂട്ടഡ് ആണ്. ഞാൻ വേറൊരു നമ്മളെ ഗംഗയിലോട്ടൊന്നും പോട്ടെ, നമ്മുടെ പമ്പാ നദി ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം എന്താ അയ്യപ്പ ടെമ്പിൾ എന്താ സ്ഥലത്തിന് ശബരിമല വരെ പോകുന്നവര് പമ്പാ നദിയിൽ കുളിച്ചിട്ടാണ് പോകുന്നത് അല്ലെ. അപ്പോള് ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ പേരൊന്നും അല്ല കുളിക്കുന്നത്. ആ ഒരു സീസൺ വന്നു കഴിയുമ്പോൾ സോ മെനി പിൽഗ്രിംസ്, അയ്യപ്പ pilgrims, those who go to the Shabarimala will take bath in that pilgrimage in that river, Pamba river. അപ്പം ഈ പോകുന്ന എല്ലാവരും എന്തുമാത്രം ആൾക്കാർ വരുന്നുണ്ട് ഒരു ദിവസം. നമ്മൾ ഒരു സീസണിൽ 3, 4, 5 ലക്ഷം ഒക്കെ ആൾക്കാർ വരുന്നതായിട്ട് പറയുന്നു, അതിലും കൂടുതൽ കാണും അല്ലെ. അപ്പോൾ ഇത്രയും ആൾക്കാർ വന്ന് ഈ പുഴയിൽ കുളിക്കുകയും അവരുടെ എല്ലാം ഈ വേസ്റ്റ് എല്ലാം ഇതിനകത്ത് വരികയും ചെയ്യുന്നു. നമുക്കറിയാം ഓഫ്കോഴ്സ് അവിടെ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ പുള്ളങ്ങനെയും വിടുന്നു എന്നല്ല അർത്ഥം. അതിന് ആൾക്കാരൊക്കെ ഉണ്ട്, അത് ക്ലീൻ ചെയ്യുന്നുണ്ട്, അതിനുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തായാലും ആ ഭാഗത്തോട്ട് എടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. എന്നിരുന്നാൽ പോലും ഈ ഡിസോൾവ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ പോകുമോ? ഇപ്പൊ നമുക്കറിയാം പ്രസാദം അല്ലെങ്കിൽ ഫുഡിൻ്റെത് അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പൂവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് അലിഞ്ഞു ചേരുന്നില്ല, അതൊക്കെ പെറുക്കി കളയാം. പക്ഷെ നമ്മളുടെ ശരീരത്തിലെ ഈ ചെളി അല്ലെങ്കിൽ ഉപയോഗിച്ച സോപ്പിലെ കെമിക്കൽസ് ഇതെല്ലാം ഈ വെള്ളത്തിലേക്ക് മിക്സ് ആയില്ലേ, അത് ക്ലീൻ ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതേ അവസ്ഥയാണ് ഓൾമോസ്റ്റ് ഓൾ ദ വാട്ടർ സോഴ്സിൽ സംഭവിക്കുന്നത്. ഞാനിപ്പോ ഒരു ജസ്റ്റ് 2 എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ, റിവർ ഗംഗ അല്ലെങ്കിൽ പമ്പ റിവർ ആൻഡ് ഓൾ. അപ്പൊ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെ. ഏത് റിവറിലാണെങ്കിലും നമ്മളിങ്ങനെ കുളിച്ചു കഴിയുമ്പോൾ അതെല്ലാം ഇങ്ങനെ പൊല്യൂട്ടഡ് ആക്കിയാണ്. പക്ഷെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് റിവർ ഗംഗയിലൊക്കെ, ഒരുപാട് വെള്ളമുണ്ട്. കാരണം സ്റ്റാർട്ട്സ് ഫ്രം ഗംഗോത്രി, അതായത് ഹിമാലയൻ റീജിയനിലാണ്. അവിടെ നമുക്കറിയാം പിന്നെ നല്ല റെയിൻ കിട്ടുന്ന സ്ഥലമാണ്. അതുപോലെ ഐസ് എല്ലാം മെൽറ്റ് ചെയ്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ദീസ് വാട്ടർ ഈസ് പ്യൂരിഫൈഡ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസസ്. ഈ വെള്ളമാണ് ഈ പറയുന്ന ഭാഗങ്ങളിലുള്ള, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് ബിഗ് സിറ്റീസിലെല്ലാം ഉപയോഗിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും അലക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും ഈ വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ കൊടുക്കുന്നു നല്ല കേട്ടോ, അത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും വെള്ളത്തില് ഇതുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ആ വെള്ളം ബോയിൽ ചെയ്തിട്ടാണ് കുക്കിംഗ് പർപ്പസിനും അല്ലെങ്കിൽ ഡ്രിങ്കിങ് പർപ്പസിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. വാഷ് ചെയ്യുന്നതിനൊന്നും പ്രോബ്ലം അല്ല. ഓക്കെ. So, overuse of groundwater is causing the water table in cities and towns to go down rapidly, and this is a great cause for our worry. നമ്മൾ ശരിക്കും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കും. നമ്മുടെ വെള്ളം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. അപ്പം വെള്ളം കിട്ടാതെ വരുന്ന എന്ത് ചെയ്യും? നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ വെള്ളം കിട്ടാതെ ഒരു സ്കാർസിറ്റി ഓഫ് വാട്ടർ വിൽ ബി ദേർ. ലാസ്റ്റ് ഇയർ ഐ ഹേർഡ് ദാറ്റ് 2020 ആകുമ്പോഴത്തേനും നമ്മുടെ ഏതൊക്കെയോ കുറെ വലിയ നഗരങ്ങളുടെ പേര് സിറ്റീസിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. ആ സിറ്റീസ് എല്ലാം വാണിഷ്ഡ് ആകുന്നു, അപ്രത്യക്ഷമാകുന്നു. മീൻസ് അവിടെ ജനങ്ങളൊന്നും ഇല്ലാണ്ടാകും. കാരണം there is a very less water is getting those people. So after 2-3 years the full water of that area will be completely dried off. So when there is no water, can people live there? No. So they are telling that some main cities will be vanished എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാകുന്ന, ആൾക്കാരില്ലാതെ വിജനമായി പോകുന്നു. വെള്ളമില്ലാണ്ടാവും പിന്നെ അവിടെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുമോ? Now see, there are 8 planets. In that only on Earth there is water, isn't it? So only on Earth people live. People and other living things are there. Since there is no water, in no other planet no living things are there. അതുപോലെ ആകും നമ്മുടെ ഇപ്പോൾ ഉള്ള വെള്ളം നമ്മളിങ്ങനെ മിസ്യൂസ് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ വെരി കെയർലെസ്. വി ആർ സിംപ്ലി വേസ്റ്റിംഗ് ദ വാട്ടർ.
I have seen some people, those who go to brush their teeth, first they will make wet that brush before starting the brushing, and they will just leave off the tap like that without closing till they complete their brushing. The water is wasting. We are careless. We are not bothered at all. But some people, not everybody, some people, they are very careful. And if they are taking a little bit of water, they will take, then they will close, then they will brush the teeth. After completing again, they will open the tap and they will use the water. In some houses, I have seen that they will, mothers, while washing the dishes, wash plates and all, just they will open the tap and they will leave. Water will be going on. They will put a soap or rubber, and all this time the water will be wasting. Is there in your house like that way? No. But some mothers, they are very careful. Just they will make the vessel wet and they will close the tap and they will put the soap or a solution, whatever they are using. They will completely finish up. Then they will open the tap and then they will wash and take it. ചില സ്ഥലങ്ങൾ കാണാം പൈപ്പൊക്കെ തുറന്നു വെച്ചേക്കാണ്. പിന്നെ ചിലപ്പോൾ ആരെങ്കിലും വന്നു വർത്താനം പറഞ്ഞു, ഈ ടാപ്പിംഗ് ഇങ്ങനെ വെള്ളം തുറന്നിരിക്കുന്നുണ്ട്, വെള്ളം പോയിക്കൊണ്ടേയിരിക്കും. പാത്രം മുഴുവൻ ഇങ്ങനെ സോപ്പിട്ട് ആ സമയത്തെല്ലാം വെള്ളം ആവശ്യമുണ്ടോ? ഇല്ല, ടാപ്പ് അടച്ചു വെക്കണം. അതിന് ശേഷം സോപ്പൊക്കെ ഇട്ടല്ല കഴുകേണ്ട ഇതെല്ലാം ആക്കി കഴിഞ്ഞ ശേഷം നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകുക. അതാണ് വേണ്ടത് അല്ലേ? ഓക്കെ, സോ നമ്മുടെ വെള്ളത്തിന്റെ ലെവലൊക്കെ കുറഞ്ഞു വന്നോണ്ടിരിക്കുക. നമ്മുടെയൊക്കെ നാടുകളിലും ഇങ്ങനെ പണ്ടൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്ന കിണറിലൊക്കെ സമ്മർ സീസൺ ആകുമ്പോഴത്തേനും ഇപ്പൊ അതിലൊക്കെ ഒരുപാട് താഴ്ന്നു. സോ വി ഹാവ് ടു യൂസ് ദ വാട്ടർ carefully. It's a fact. Industries use water to make almost everything of our user. On an average, the world's industries use 4 times the amount of water used by the world's entire population at home. 30,000 liters of water is required to make a car, and 4,500 liters to make a ton of steel. Industries are trying to develop methods of using less water. For example, a modern paper industry discharges less than half the water that was discharged earlier. See, in industries, they have to use a lot of water. Actually, human beings, നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിന് ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരുപാട് വെള്ളമാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. Nearly 30,000 liters of water is necessary to make a car. ഒരു കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 30,000 ലിറ്റർ വെള്ളം വേണം. അങ്ങനെ എന്തോരം കാറുണ്ട് അല്ലേ? നമ്മൾ വേറെങ്ങും പോകണ്ട, നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെ നോക്കിയാൽ അറിയാം എത്ര കാറുണ്ട് നമ്മുടെ പരിസരത്തൊക്കെ തന്നെ അല്ലേ? മുറ്റത്ത് നോക്കണ്ട, മുറ്റത്തില്ലെങ്കിൽ നമുക്ക് കാറെല്ലാം മുറ്റത്ത് കാണിയല്ല, പക്ഷെ നമ്മൾ റോഡിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാർ കാണാം. ടൗണിലൊക്കെ പോയിക്കേ, കാറിനെ തട്ടിയിട്ട് മുട്ടിയിട്ട് നമുക്ക് നടക്കാൻ വയ്യ അല്ലേ? അങ്ങനെ ഒരു കാർ ഉണ്ടാക്കാൻ നിയർലി 30,000 liters of water is necessary, and 4,500 liters of water is needed to make a 1 ton of steel ഉണ്ടാക്കാൻ. അങ്ങനെ എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിലും വെള്ളം വേണം. അപ്പൊ നമ്മൾ മനുഷ്യർ ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നത് വ്യവസായത്തിന്. But nowadays, modern technology is there. So since the modern technology has been developed, they are reducing the use of water in industrial purposes. ഇപ്പൊ അവര് നേരത്തെ വെച്ച് നോക്കുമ്പോൾ വെള്ളത്തിന്റെ അളവെല്ലാം പരമാവധി കുറച്ച് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. It's a surface water. The rainwater that runs off the surface of the earth to form streams, lakes and rivers is called surface water. What is surface water? Surface water means the rainwater that runs off through the ground, or means that reaches to the streams, rivers, and the ponds and all are called surface water. അതായത് നമ്മുടെ പുഴയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ കുളത്തില് തോട്ടിലൊക്കെ ഒഴുകി വരുന്ന വെള്ളമില്ലേ മഴക്കാലത്ത്, ആ വെള്ളത്തിനാണ് നമ്മുടെ സർഫേസ് വാട്ടർ എന്ന് പറയുന്നത്. റെയിൻ വാട്ടർ നമ്മുടെ കിണറ്റിലേക്ക് എത്തുന്നത്, അതായത് കുറച്ചുകൂടെ ആഴമാണ് അല്ലെ, ആഴത്തിൽ എത്തുന്നതിന് നമ്മൾ എന്ത് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നു. സർഫേസ് എന്ന് പറഞ്ഞാൽ മുകളില്, അതായത് തോടും റിവറും ഒക്കെ താഴെയല്ലേ, ഒരുപാട് താഴോട്ടല്ലല്ലോ, ഏകദേശം ലെവലിൽ തന്നെ പോകുന്നതാണ് അല്ലെ. Okay, that is called as a surface water.
Rivers and lakes also get water from melting snow in the mountains. In mountain regions, I said that there is a plenty of snow, ice. So during summer season, when there is hot, this ice starts or snow starts melt, and the rivers and the ponds, streams, and all of that area will be getting this. During those time, they will get the snow melting water. അതായത് ഈ ഹില്ലി റീജിയനിൽ നമ്മൾ പഠിച്ചു, മൗണ്ടൻ റീജിയനിലൊക്കെ ഐസ് ഒക്കെ വീണിട്ട് മഞ്ഞ് കട്ടയായിട്ട് കിടക്കും. അത് സമ്മർ ആകുമ്പോൾ, അവിടുത്തെ സമ്മർ സീസൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഐസുകളൊക്കെ ഉരുകാൻ തുടങ്ങും, അത് വെള്ളമാകും അല്ലെ. അവിടെയുള്ള നദികളിലെയും പിന്നെ അതുപോലെ തന്നെ പോൺസിലെയും അല്ലെങ്കിൽ സ്ട്രീംസിലെയും ഒക്കെ, അതായത് അതിപ്പം സർഫേസ് വാട്ടർ ആണ്, ആ സർഫേസ് വാട്ടറിലേക്ക് ഈ സ്നോ മെൽറ്റിംഗ് വാട്ടർ കൂടെ ചെല്ലും. Surface water contains dissolved salt and suspended impurities. That water is not pure, clean. Not clean because അത് നമ്മൾ പച്ച മണ്ണിന്റെ അടുക്കളിലേക്ക് ഇറങ്ങുന്നില്ല, അത് മേളിലുള്ള വെള്ളം തന്നെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അതിൽ ഇംപ്യൂരിറ്റീസ്, അഴുക്കുകൾ ഉണ്ടാകും. It may also contain germs. Germs means അണുക്കൾ, രോഗാണുക്കളൊക്കെ ഉണ്ടാകും. So also sewage from cities and harmful substances from factories are usually discharged into the rivers. So sewage means what? Waste from our homes and all. That is our toilet waste എല്ലാം അതിനകത്ത് പെടും. നമ്മുടെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിലെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിലെ ടോയ്ലറ്റുകൾ നമുക്ക് സ്വന്തമായിട്ട് അതിലെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ അതിനൊരു ടാങ്ക് ഒക്കെ കെട്ടി ആ വേസ്റ്റ് എല്ലാം അതിലേക്ക് പൊക്കോളും അല്ലെ. നമ്മുടെ സാനിറ്ററി, നമ്മുടെ എല്ലാ വേസ്റ്റുകളും, ടോയ്ലറ്റിലെ കുളിക്കുന്ന വെള്ളത്തിന്റെയും കക്കൂസ് പോകുന്ന എല്ലാ വേസ്റ്റുകളും നമ്മുടെ അതിനൊരു സേഫ്റ്റി ടാങ്ക് എന്ന് പറയാം, അതിലേക്ക് പൊക്കോളും. നമ്മൾ അതിനെ കാണില്ല. പക്ഷെ ടൗണുകളിൽ, സിറ്റീസിൽ അങ്ങനെയൊന്നും അല്ല. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യാൻ പറ്റുമോ? ഇത്രയും ആൾക്കാർ താമസിക്കുന്നവർക്ക് ഓരോ ടോയ്ലറ്റിനും ഓരോ സേഫ്റ്റി ടാങ്കുകൾ ഉണ്ടാക്കേണ്ട സ്ഥലമുണ്ടോ അവിടെ? ഇല്ല. നമുക്കറിയാം, ഫ്ലാറ്റുകളൊക്കെ ആകുമ്പോൾ കുറേ ഫാമിലീസ് ആയിരിക്കും താമസിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ചില സ്ഥലങ്ങളിലൊക്കെ വലിയ ടാങ്ക് ആക്കിയിട്ട് ആ ടാങ്കിലേക്ക് കണക്ട് ചെയ്യും. ചില സ്ഥലങ്ങളില് അവർക്ക് വേറെ ഫെസിലിറ്റി ഇല്ല, ഡ്രെയിനേജ് ഇല്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഡ്രെയിനേജിലേക്ക് പോയിട്ട് ആ വെള്ളം എല്ലാം കൂടെ കൂടിയിട്ട് ഈ വലിയ പുഴയിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. സോ ആ വെള്ളം ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ ഇംപ്യൂർ വാട്ടർ ആയിരിക്കും അവിടുത്തെ ഒക്കെ വെള്ളം. ഈ അവിടെയൊക്കെ ഉള്ള വലിയ റിവറിലേക്ക്, ഗംഗ, യമുന, ഈ പറയുന്ന റിവറിലെ വെള്ളം ഒരിക്കലും പ്യൂർ അല്ല. ഓക്കെ. സോ also sewage from cities and harmful substances from factories. ഫാക്ടറിയിലെ വേസ്റ്റുകൾ, that is harmful ആയിരിക്കും, poisonable ആയിരിക്കും. That all will be sent to the rivers. This pollutes the water, making it unfit for drinking. Most of the drinking water supplied to us in towns and cities is from rivers. അവിടെ നമുക്ക് ടൗണിലൊക്കെ ഉള്ള ആൾക്കാരുടെ എല്ലാം മോസ്റ്റ് ഓഫ് ദ ഡ്രിങ്കിങ് വാട്ടർ അവർക്ക് കിട്ടുന്നതെല്ലാം ഈ റിവറിൽ നിന്നുള്ളതായിരിക്കും. ഇതുപോലെ അഴുക്കായിട്ടുള്ള വെള്ളമായിരിക്കും. പക്ഷെ ഒരിക്കലും ആ വെള്ളം ഡയറക്റ്റ് അല്ല കേട്ടോ, അത് അവര് പ്യൂരിഫൈ ചെയ്തിട്ടാണ്. ഇറ്റ് ഹാസ് ടു ബി ക്ലീൻഡ് ബിഫോർ ഇറ്റ് ഈസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. നമ്മൾ ടൗണിലൊക്കെ ചെന്നിട്ട്, വലിയ ടൗണിലൊക്കെ ചെന്നിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിന് ഒരു മണമുണ്ട്. എന്താണെന്നറിയാം? ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് സ്മെല്ല് വരും. എന്തുകൊണ്ടാണ് ഈ ബ്ലീച്ചിങ് പൗഡർ ഇടുന്നതെന്ന് മനസ്സിലായോ ഇപ്പം? ബിക്കോസ് ദാറ്റ് വാട്ടർ ഇസ് നോട്ട് ക്ലീൻ. That might have been taken from rivers and all. So of course the river water is not at all clean. The sewage, drainage water and all, and the waste from the factories and all will be discharged to the river. So അങ്ങനെ എല്ലാ തരത്തിലും അഴുക്കായിട്ടുള്ള വെള്ളമാണ് ഈ റിവർ വാട്ടർ. ആ റിവർ വാട്ടർ ആണ് ഈ ടൗണുകളിലൊക്കെ കുടിക്കാനും മറ്റു ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. അത് ക്ലീൻ അല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് സംഭവം? ഒരിക്കലും അത് അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. സോ ദിസ് വാട്ടർ വിൽ ബി പ്യൂരിഫൈഡ്. പ്യൂരിഫൈ ചെയ്തിട്ടാണ് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ ഒക്കെ സ്മെല്ല് നമുക്ക് ആ വെള്ളം, ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴിയുമ്പോൾ ദാറ്റ് വാട്ടർ വിൽ ബി പ്യൂരിഫൈഡ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി സീ വാട്ടർ. സോ അവർ ടൈം ഈസ് അപ്പ്. We have one more class is there after, isn't it? We will continue that. Okay, bye then.